word quickly, with our service, those who are joining us. Every Sundays, 10:30, we have a Sunday worship here. Every Friday, we gather at different houses. Those who open the houses as cottage meetings to do our Bible study. We're doing the book of Acts. It happens around 7:30 p.m. So if you're keen, you're more than welcome to join that. Our house rules, we have kitchen at the back. Pastor Chedi, Pastor Tibit, my dear sisters and brothers, in our beloved Jesus' name. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വെളിപാട് പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് വീണ്ടും തുടരാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. Can you put that chart? So last week we have been studying about the book of Revelation, and we are planning to continue from the book of Revelation this week. This chart is prepared by my beloved son and Sujaman. Thank you for helping me in this. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് എൻ്റെ ആമുഖമായിട്ട് പല കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടവന്നു. നാം പറഞ്ഞു നിർത്തിയത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം വരെയാണ്. നമ്മൾ ചർച്ചിൻ്റെ സമയം കണ്ടു, ഡേ ഓഫ് സാൽവേഷൻ. വീണ്ടും നമ്മൾ കർത്താവിൻ്റെ ന്യായാസനം കണ്ടു, എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവവും കണ്ടു. അവിടം വരെയാണ് നാം നിർത്തിയത്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം നിർത്തിയത്. So last few weeks, we have been studying about the rapture, about the day of Antichrist or the rule of the Antichrist, and about the judgment seat of Christ. So we have stopped with the rule of the Antichrist. So we are going to continue from there forward. നാം സാത്താന്യ ത്രിത്വം കണ്ടു. സാത്താൻ ഒരു ത്രിത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദൈവിക ത്രിത്വമായിരിക്കുന്നത് പോലെ തന്നെ സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഇങ്ങനെ സാത്താൻ ഒരു ത്രിത്വമുണ്ട്. ആ സാത്താന്യ ത്രിത്വത്തെക്കുറിച്ച് നാം കണ്ടു. സാത്താന്യ ത്രിത്വം അവരുടെ സകല അധികാരവും എതിർ ക്രിസ്തുവിനെ ഏൽപ്പിച്ച് അവനെ ഭരണത്തിൽ സഹായിക്കുന്നതായിട്ട് നാം കണ്ടു. So we learned that just like how God is a Trinity, Satan is also like a Trinity. So the three forms are Antichrist, the false prophet, and Satan. So we learned about all those in the last week. വീണ്ടും എതിർ ക്രിസ്തു 666 മുദ്രയടിപ്പിക്കുന്നത് നാം കണ്ടു. അതില്ലാതെ യാതൊരു സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും സാധിക്കാത്ത ഒരു കാലഘട്ടം കടന്നു വരും. അങ്ങനെ അവൻ തന്റെ ഭരണം മുന്നോട്ട് പോകുന്നതായിട്ട് നാം കണ്ടു. So we learned that Antichrist will force, during the rule of Antichrist, he will force us to put 666 in a form in our body, and without that 666 we won't be able to buy or sell anything during that time. So we learned about that as well in last week. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ദാനിയേൽ ചാപ്റ്റർ 9 verse 27. Daniel chapter 9 verse 27. So Daniel chapter 9 verse 27. Then he shall confirm a covenant with many for 1 week, but in the middle of the week he shall bring an end to sacrifice and offering, and on the wing of abomination shall be one who makes desolate, even until the consummation which is determined is poured out on the desolate. അവൻ ഒരാഴ്ച വട്ടത്തേക്കാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം നമ്മളിവിടെ വായിച്ചു. ഒരാഴ്ചക്കാലത്തേക്ക് അവൻ പലരോടും തന്റെ നിയമത്തെ കഠിനമാക്കും. So we learned that the rule of Antichrist will be for 1 week, and during that time, during that 1 week of rule, he will make it difficult to do sacrifice, and it will be difficult for people to live around that time. പ്രവചനത്തില് ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. So when we look prophetically, 1 week is 7 years. അപ്പൊ 7 വർഷത്തേക്കാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം. So the rule of Antichrist will be for 7 years. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അപ്പൊ അവന്റെ ഭരണം ഇങ്ങനെയായിരിക്കും. ആദ്യത്തെ 3.5 കൊല്ലം അവൻ ഏകലോക അധിപതിയായിട്ട്, അല്ലെങ്കിൽ ഏകലോക ഗവൺമെന്റിന്റെ 10 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഏകലോക ഗവൺമെന്റ് അവൻ സ്ഥാപിക്കും. ആദ്യത്തെ 3.5 കൊല്ലം അവൻ എല്ലാവരുമായിട്ടും
മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാമായിട്ട് ഒരു സമാധാന നിയമം സ്ഥാപിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് ലോകത്തിന്റെ സമാധാന വ്യവസ്ഥ സ്ഥാപിക്കപ്പെടും. ആ കൂടെ ഇവൻ ഇപ്പോൾ ഭൂമിയിൽ ഏറ്റവും പ്രമാദമായ വിഷയമായിരിക്കുന്ന പലസ്തീൻ വിഷയം പരിഹരിക്കും. പലസ്തീൻ വിഷയം പരിഹരിച്ച ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും ആഗ്രഹമാണ് അവർക്ക് വീണ്ടും ദേവാലയം പണിയുക എന്നുള്ളത്. ഇപ്പൊ യെരുശലേമിൽ ഇപ്പോൾ ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്ത്, അവരുടെ ശലോമോന്റെ ദേവാലയം വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് അലക്സ പള്ളി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു ദേവാലയമാണ്. അത് പൊളിച്ചു പണിയുക എന്നുള്ളതാണ് യഹൂദന്മാരുടെ ആഗ്രഹം. എന്നാൽ എങ്ങനെയായാലും ആ സ്ഥാനത്ത് പലസ്തീനും അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടൊരു സമാധാന ഉടമ്പടി സ്ഥാപിക്കപ്പെട്ട് അവന്റെ ഭരണകാലത്ത് ആദ്യത്തെ മൂന്നര കൊല്ലത്തിനകമായിട്ട് അവൻ യഹൂദന്റെ ദേവാലയത്തെ പണി. So the Antichrist will come out from a unity of 10 nations. So the 10 nations will come together, and from them a leader will come out, and he will be the Antichrist. So he will make peace treaty with all other nations who are present during that time. And that 7 years of rule, in the first 3.5 years, it will be very peaceful time. He will settle most of the major global issues that are going around the world. He will settle the Palestine issue during that time, because the desire for the Jews is to have a temple in Jerusalem. So there will be a treaty between the Arab nations, Palestine and Israel, and somehow there will be a peace during that time, and Antichrist will help to build a temple in Jerusalem during that time. So the first 3 years we can see that it will be like a peaceful time for the whole world. യഹൂദനോടെ ദേവാലയത്തിൽ യഹൂദൻ യാഗങ്ങൾ ആരംഭിക്കും. മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം സമാധാനത്തിലായിരിക്കും. അങ്ങനെ എതിർക്രിസ്തു ലോകത്തിന് ഏറ്റവും ആദരണീയനായ, ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഉയർന്നു. So we can see that time there will be a temple in Jerusalem, and the sacrifices will be restarted in that temple, and all around the world it will be peaceful, and he will rise up as a very respectful leader for the whole world. ഈ സമയം, എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ഈ സമയം, ദൈവം സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികളെ അയക്കും. നമുക്ക് വെളിപാട് പുസ്തകം 11-ാം അധ്യായം എടുക്കാം. Revelation chapter 11 verse 3. Revelation chapter 11 verse 3, and I will give power to my 2 witnesses, and they will prophesy 1260 days clothed in sackcloth. ഈ രണ്ട് പ്രവാചകന്മാരെ അയക്കുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന്, തന്റെ 2 പ്രവാചകന്മാർ സ്വർഗത്തിൽ നിന്നാണോ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 2 പ്രവാചകന്മാർ ആ സമയത്ത് എഴുന്നേൽക്കും. ആ പ്രവാചകന്മാർ യഹൂദ ജനത്തോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ശക്തമായ പ്രവചന ശുശ്രൂഷ നടത്തും. So that time God will send 2 witnesses or 2 prophets, and they will prophesy to the nation of Israel during that time. അത് ഏലിയാവും മോശയുമായിരിക്കുമെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. ചിലരെ ഏലിയാവും ഹാനോക്കും ആയിരിക്കുമെന്നും അഭിപ്രായമുണ്ട്. Some say it will be Elijah and Moses, whereas some others say it might be Elijah and Hanok. വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും 90% അത് ഏലിയാവും മോശയും ആയിരിക്കുമെന്നാണ്. കാരണം വെളിപാട് 11:6 നമ്മൾ വായിക്കുന്നത്, Revelation 11:6, these have the power to shut heaven so that no rain falls in the days of their prophecy, and they will have power over waters to turn them to blood, and to strike the earth with all plagues as often as they desire. ഈ 2 പ്രവാചകന്മാർക്ക് ആകാശം അടച്ച് മഴ പെയ്യാതെ ആകാശം അടയ്ക്കാനും രക്തത്തെ വെള്ളമാക്കാനുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. പഴയ നിയമത്തിൽ നാം നോക്കിയാൽ മഴ പെയ്യാതെ ആകാശം അടച്ച വ്യക്തി ഏലിയാവാണ്. അതുപോലെ രക്തത്തെ വെള്ളമാക്കിയത് മോശയാണ്. അപ്പോൾ അവർ 2 പേരും ആകാനാണ് സാധ്യത. എന്നാൽ മരണം കൂടാതെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടത് ഹാനോക്കും ഏലിയാവുമായതുകൊണ്ട് അവർ 2 പേരും ആകാനും സാധ്യതയുണ്ട്. So 90% when we look into the word, we can see that it might be Moses and Elijah, because the one who has the power to shut heaven is Elijah, and the one who turned water to blood is Moses. But at the same time, the 2 prophets who have been taken up to heaven without death is Moses and Hanok. So there's equal chance. Enoch and Elijah. So there's equal chances for both of them. അവർ പ്രവചിക്കുന്ന ഇതായിരിക്കും, ആ സമയത്ത് ഇസ്രായേൽ ജനവും ഈ എതിർ ക്രിസ്തുവുമായിട്ട് വളരെ ഒരു ധാരണയിലായിരിക്കും, ഒരു
ഒരു എഗ്രിമെന്റിലായിരിക്കും, വളരെ സമാധാനപൂർണ്ണമായിട്ടായിരിക്കും അവർ പോകുന്നത്. ആ സമയത്ത് ഈ പ്രവാചകന്മാർ പ്രവചിക്കാൻ പോകുന്നത് ഇതാണ്: നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ എതിർ ക്രിസ്തുവുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഉടമ്പടി, ഈ സമാധാന കരാർ എന്ന് പറയുന്നത് പാതാളവുമായിട്ടാണ്, അല്ലെങ്കിൽ നരകവുമായിട്ടാണ്, അല്ലെങ്കിൽ പിശാചുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വലിയ കെണിയായിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ എതിർ ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മനം തിരിയണം. യേശുക്രിസ്തു ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട കർത്താവ്. അവനെ നിങ്ങൾക്ക് മെശിഹായിട്ട് വന്നവൻ യേശുക്രിസ്തു ആയിരുന്നു. അവനിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെടണമെന്ന് ശക്തമായിട്ട് അവർ സുവിശേഷം പ്രസംഗിക്കും. So the prophets will prophesy to Israel that the covenant you have made with Antichrist is the covenant that you have made with Satan. So, and the prophets will also tell them, your Messiah has been the Lord Jesus Christ, who has already come, and he was your true savior. So the prophets will be prophesying to the nation of Israel during that time. ഈ എതിർ ക്രിസ്തു ഇവരെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കും. എന്നാൽ ആ സമയത്ത് ഇവരുടെ പ്രവചനകാലം കഴിയുന്നത് അവർക്ക് ആദ്യം 3.5 വർഷമാണ് അവർക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന പ്രവചനകാലം. നമ്മൾ വായിക്കുന്ന 42 മാസം എന്നാണ്. ഈ 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷക്കാലത്തെ അവരുടെ പ്രവചനകാലത്ത്, അവരുടെ പ്രവചനകാലം തികയുന്നിടം വരെ എതിർ ക്രിസ്തുവിന് അവരെ കൊല്ലാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരെ കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ അവരുടെ വായിൽ നിന്ന് തീ ഉറപ്പെട്ട് നശിപ്പിക്കുമെന്ന് വെളിപാട് 11 റെവലേഷൻ 11:5 നമ്മൾ വായിക്കും. So when the Antichrist will desire to kill these prophets, but during that 3.5 years of their prophetic period, the Antichrist will not be able to kill them. So we can see in Revelation 11:5, and if anyone wants to harm them, fire proceeds from their mouth and devours their enemies. And if anyone wants to harm them, he must be killed in this manner. So from this word, we can see that the Antichrist will not be able to harm them during their 3.5 years of prophetic period. അവരുടെ ശുശ്രൂഷാകാലത്ത് അവർ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട്, അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇസ്രായേൽ ജനത്തിൽ വലിയൊരു ആത്മീയ ഉണർവുണ്ടാകും. So through them, when Israel sees that the miracles that are displayed through them, the miracles that are done through them by God, there will be a great revival that happens in the nation of Israel during that time. എന്നാൽ അവരുടെ പ്രവചനകാലം അവസാനിക്കുമ്പോഴേക്കും അവരുടെ 3.5 വർഷം അവരുടെ പ്രവചനകാലം കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിന് അവരെ കൊല്ലാനുള്ള അധികാരം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി ദൈവം തന്നെ അനുവദിച്ചു കൊടുക്കും. അങ്ങനെ അവരെ കൊല്ലാനായിട്ട് ഇടവരും. റെവലേഷൻ 11:7-12. Can you please read it? Revelation 11:7-12. 7:12. When they finish their testimony, the beast that ascends out of the bottomless pit will make war against them, overcome them, and kill them. And their dead bodies will lie in the street of the great city, which spiritually is called Sodom and Egypt, where also our Lord was crucified. Then those from the peoples, tribes, tongues, and nations will see their dead bodies 3.5 days and not allow their bodies to be put into graves. And those who dwell on the earth will rejoice over them, make merry, and send gifts to one another, because these 2 prophets tormented those who dwell on the earth. Now after the 3.5 days, the breath of the life from God entered them, and they stood on their feet, and great fear fell on those who saw them. And they heard a loud voice from heaven saying to them, come up here. And they ascended to heaven in a cloud, and their enemies saw them. അവരെ കൊല്ലുമ്പോൾ ലോകത്തിനത് വലിയൊരു സന്തോഷമായിരിക്കും. എതിർക്രിസ്തുവിന് ഇത്രയും നാളും എതിർക്രിസ്തു ശ്രമിച്ചിട്ട്, ഈ 3.5 കൊല്ലം അവരെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ട് സാധിക്കാതിരുന്ന കാര്യം ലോകത്തിന്റെ കണ്ണിലെ കരടായിട്ട് ഇവർ മാറും. മാനസാന്തരവും കർത്താവിൽ യേശുക്രിസ്തുവിനുള്ള രക്ഷയും പ്രസംഗിക്കുമ്പോൾ അന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ആർക്കും മാനസാന്തരം ഉണ്ടാകുകയില്ല. കേൾക്കുന്ന എല്ലാ ജാതികൾക്കും മറ്റുള്ള എല്ലാ മനുഷ്യർക്കും ഇത് വളരെ ഒരു അരോചകമായിരിക്കും, വളരെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും അല്ലെങ്കിൽ നേതാക്കന്മാരും എതിർ ക്രിസ്തുവിനോടൊപ്പം നിൽക്കും. എന്നാൽ ആദ്യത്തെ 3.5 കൊല്ലം ഒരു രീതിയിൽ ഇവരെ കൊല്ലാൻ സാധിക്കുകയില്ല. എന്നാൽ സമയമാകുമ്പോൾ അവരെ കൊല്ലാൻ സാധിക്കുമ്പോൾ അത് ലോകത്ത് വലിയൊരു ഉത്സവമായിട്ട് ആഘോഷിക്കപ്പെടും. അതാണ് നമ്മളിവിടെ വായിച്ചത്. അതിനുശേഷം എതിർ ക്രിസ്തുവിന് ഇവരോടുള്ള മഹാക്രോധം കാരണം 3.5 ദിവസത്തെ, അല്ലെങ്കിൽ അവരുടെ ശവം അടക്കാൻ പോലും സമ്മതിക്കാതെ അത് ലോകം മുഴുവൻ കാണുമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പേ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. അത് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ എല്ലാവർക്കും അതൊരു ചോദ്യചിഹ്നമായിരുന്നു.
യെരുശലേമിൽ കൊല്ലപ്പെടുന്ന 2 പേരുടെ ശവശരീരം ലോകത്തുള്ള എല്ലാവർക്കും എങ്ങനെ കാണാൻ സാധിക്കും? ഒരേ സമയം എങ്ങനെ കാണാൻ സാധിക്കും? എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ TV കണ്ടുപിടിച്ചതോടെ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇന്ന് ശാസ്ത്രം പോലും ബൈബിളിനെ അക്ഷരീയമായിട്ട് അടിവരയിട്ട് സമ്മതിക്കുന്ന കാര്യത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. So during that time when these prophets will be killed, there will be great merry in the whole world, because they have been preaching about gospel, they have been preaching about salvation and repentance. Because Holy Spirit is not here during that time, Holy Spirit and the church has been taken up, all the people who are on earth that time will be really disturbed by their preaching. So once they are killed, once the Antichrist receives power to kill the prophets, all the people will be in great joy. So there will be exchange of gifts. It will be a merry time for them. And we read in the word of God that their dead bodies will be hanged up in Jerusalem for 3.5 days, and all the world will be able to see that. If you look past, like before some time, if you look, it was a confusion for people. How will a person be killed in Jerusalem? Will be able to? How will others be able to see that? But after the invention of TV, it has become easy that everything can be seen by everyone around the world. So even science testifies to the word of God that was written 2000 years ago. 11-ാം വാക്യം നാം വായിക്കുന്നത്, 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി. So after 3.5 days, these prophets, they will receive breath from heaven or from God, and they will stand on their feet and they will testify the name of the Lord, and all who see them will be terrified. ഇവരെ സ്വർഗാരോഹണം അല്ലെങ്കിൽ ഇവരെ സ്വർഗത്തിലേക്ക് പിതാവിനാൽ വിളിക്കപ്പെട്ട 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരെ സ്വർഗത്തിലേക്ക് വിളിക്കുകയും അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നതും ലോകം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പം ലോകത്തിന് ഇതൊരു അതിശയ വിഷയമായിട്ട് മാറും. ഇസ്രായേൽ ജാതിക്ക് ഇതൊരു വലിയ ഉണർവിന് മുഖാന്തരമായിട്ട് മാറും. അവര് യേശുവിലേക്ക് തിരിയാനായിട്ട് വലിയൊരു കാരണമായിട്ട് ഇത് മാറും. So their ascension to heaven will also be a great testimony. When the whole world is seeing, there will be a sound from heaven saying, "Come up here." And these 2 prophets will be taken up to heaven. And that will be a great issue or discussion among the people during that time. And that will pave way for revival for the nation of Israel. ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കണ്ടു, കഴിഞ്ഞ തവണ നാം പഠിച്ചു, ഭൂമി മുഴുവൻ എതിർ ക്രിസ്തുവിന്റെ പ്രതിമകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ പ്രതിമ സംസാരിക്കുകയും ഇതുപോലെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് എതിർ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്നുള്ള എതിർ ക്രിസ്തുവിനുള്ള ആരാധനയിലേക്ക് ഭൂമി മാറാനിട വരും. എല്ലാ വീടുകളിലും എല്ലാ നാൽക്കവലകളിലും എല്ലാം എതിർ ക്രിസ്തുവിന്റെ പ്രതിമകൾ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടാകുമെന്നും നാം കണ്ടതാണ്. So as we have seen last week, that by that time the image of the Antichrist or the sculpture of Antichrist will be filled in all the earth. There will be the sculpture of Antichrist in the streets, in the homes, and the worship of Antichrist will be very prevalent over that time. ഈ സമയത്ത് എതിർ ക്രിസ്തുവിനെ ആരാധിക്കാത്ത ഒരേ ഒരു സ്ഥലം മാത്രമുള്ളത് യെരുശലേം ദേവാലയമാണ്. അവിടെ പഴയ നിയമ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഈ 2 പ്രവാചകന്മാരെ കൊന്നു കഴിയുമ്പോൾ എതിർ ക്രിസ്തു ആവശ്യപ്പെടും, ഇനി യെരുശലേമിൽ ദേവാലയത്തിലെ ആരാധന നിർത്തിയിട്ട് എന്റെ പ്രതിമ അവിടെ വെച്ച് എന്നെ ആരാധിക്കണമെന്ന് യഹൂദജാതിയോട് എതിർ ക്രിസ്തു ആവശ്യപ്പെടും. So the only place at that time where there's no worship of Antichrist is the Jerusalem temple. After this prophets are taken up to heaven, the Antichrist will ask the people of Israel, or will ask the people of Israel to start worship of Antichrist in the Jerusalem temple. Matthew 24 verse 50. Matthew 24 verse 50. Also Daniel 9:20. Therefore, when you see the abomination of desolation spoken of by Daniel the prophet standing in the holy place, then he shall അതെ, അത് മതി. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ കേൾക്കുന്നവൻ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അതാണ് നമ്മൾ അവിടെ വായിച്ചത്. അതേ വാക്യം തന്നെ ദാനിയേൽ പ്രവചനം 9:27 പറയുന്നു. ദാനിയേൽ 9:27. Then he shall confirm a covenant with many for 1 week, but in the middle of the week he shall bring an end to sacrifice and offering. And on the wing of abomination shall be one who makes desolate, even until consummation which is determined is poured out on the desolate. ഇവിടെ പറയുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ കാണുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്നാണ്.
അപ്പോൾ എതിർ ക്രിസ്തു ഈ സമയത്ത് പറയും, ഇനി ദേവാലയത്തിൽ എൻ്റെ പ്രതിമ വെച്ച് ആരാധിക്കണം എന്ന് എതിർ ക്രിസ്തു ആവശ്യപ്പെടും. ആ സമയത്ത് യഹൂദന്റെ ആരാധന നിർത്തിയിട്ട് അവിടെ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ വെച്ചിട്ട് അവിടെ ആരാധന ആരംഭിക്കാൻ ഇടവരും. So that time, അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. so what we see here is the wing, the Antichrist will be, and on the wing of abomination shall be one who makes desolate. What it means is that Antichrist will ask the people of Israel to put his image in the Jerusalem temple, and he will ask them to stop the sacrifice and start the worship of Antichrist in that temple. So that is what is meant by that word. 2 Thessalonians 2 verse 3-4. 2 Thessalonians chapter 2 verse 3-4. 2 Thessalonians chapter 2 verse 3, let no one deceive you by any means, for that day will not come unless the falling away comes first, and the man of sin is revealed, the son of perdition, who opposes and exalts himself above all that is called God or that is worshipped, so that he sits as God in the temple of God, showing himself that he is God. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാഭിഷേകം എന്ന പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അത് പൗലോസപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവൻ ദേവാലയത്തിലിരുന്ന് അവൻ ആരാധന സ്വീകരിക്കാനായിട്ട് ആരംഭിക്കും. ആ സമയത്താണ്, അപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴാണ് നമ്മൾ ഈ കണ്ട ഈ പ്രവചനം നിവർത്തിയാകുന്നത്. So once this starts, like once the worshipping of Antichrist starts in the Jerusalem temple, then this prophecy will be fulfilled, what was prophesied by Apostle Paul to the Thessalonians church, which we read now. തെസ്സലോനിയ ലേഖനം 1 തെസ്സലോനിയർ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, കർത്താവിന്റെ റാപ്ചർ, നമ്മൾ വിശ്വസിക്കുന്ന റാപ്ചർ അല്ലെങ്കിൽ കർത്താവിന്റെ ന്യായാസനം വെക്കുന്നതും, 2 തെസ്സലോനിയർ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള മഹത്വ പ്രത്യക്ഷതയുമാണ്. സ്തോത്രം, അതിനെക്കുറിച്ചാണ് എഴുതുന്നത്. അത് വായിക്കുമ്പോൾ നാം ആ ചിന്തയോടെ വേണം തെസ്സലോനിയ ലേഖനം പഠിക്കാനായി. So 1 Thessalonians we read about the rapture of the church and about the judgment seat of Christ, whereas in the 2 Thessalonians we read about the second coming of the Christ. ദേവാലയത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ സ്ഥാപിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ യഹൂദജാതി ഒന്നാകെ അതിനെ എതിർക്കും. കാരണം യഹൂദജാതിക്ക് വിഗ്രഹാരാധനയാണ് അവരുടെ ഏറ്റവും വലിയ പാപം. അപ്പൊ യഹൂദജാതി പറയും, ഞങ്ങൾ നിന്റെ വിഗ്രഹം വെച്ച് ആരാധിക്കത്തില്ല എന്ന് പറയുകയും യഹൂദജാതിയോടെ എതിർ ക്രിസ്തുവിന് ഭയങ്കര എതിർപ്പുണ്ടാകുകയും ചെയ്യും. So once the one thing that Jews doesn't do is worshipping of idols. Once Antichrist asks them to worship his idol, Jews will not agree to do it, and there will be an enmity between Jews and Antichrist from that time onwards. അങ്ങനെ എതിർ ക്രിസ്തു തന്റെ സകല ശക്തി ഉപയോഗിച്ച് യഹൂദജാതിയെ ഈ ഭൂമിയിൽ നശിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുകയും, അങ്ങനെ ഹിറ്റ്ലറിന്റെ കാലത്ത് ഉണ്ടായതുപോലെ യഹൂദജാതിയെ മുഴുവൻ തീർത്തു കളയേണ്ടതിനായിട്ട് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിൽക്കുകയും യഹൂദൻ തന്റെ ദേശത്തു നിന്ന് ഒരിക്കൽ കൂടി വീണ്ടും ഇസ്രായേൽ ജനം മുഴുവൻ ചിതറിക്കപ്പെടുകയും ചെയ്യും. So because there's enmity between Antichrist and Jews, Antichrist will desire to kill all the Jews, and as like in the days of Hitler, all the Jews will be scattered from Israel all around the world, and they will not be able to survive during that time. ഈ സമയത്ത് യഹൂദർ ഒന്നാകെ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിയാനായിട്ട് ഇടവരും. അതാണ് സെക്കറിയ പ്രവചനം, സെക്കറിയ ചാപ്റ്റർ 12 വേഴ്സ് 10 and 11. സെക്കറിയ ചാപ്റ്റർ 12 വേഴ്സ് 10 and 11. Zechariah chapter 12 verse 10 and 11, and I will pour on the house of David and on the inhabitants of Jerusalem the spirit of grace and supplication. Then they will look on me whom they pierced. Yes, they will mourn for him as one mourns for his only son, and grieve for him as one grieves for a firstborn. തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ഈ യേശുവിനെ അവർ തങ്ങളുടെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് യേശുവിലേക്ക് എല്ലാവരും നിലവിളിക്കും, ഞങ്ങളെ രക്ഷിക്കണം എന്ന് യേശുവിലേക്ക് എല്ലാവരും നിലവിളിക്കുകയും അവർ കുത്തിയവങ്കിലേക്ക് നോക്കുകയും യഹൂദജാതി ഒന്നാകെ ഈ സംഭവത്തോടെ മാനസാന്തരപ്പെടാനായിട്ട് ഇടവരുകയും ചെയ്യും. So during this time when Antichrist is against the Jews will turn to Jesus Christ. That's what we
read here, then they will look on me whom they pierced. So the Jews will turn on to Jesus Christ whom they pierced, and there will be great repentance in the house of Israel during that time. ആ സമയത്ത് യഹൂദരിൽ വലിയൊരു ഭാഗം ഏകദേശം ബൈബിൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ യഹൂദ ജാതിയുടെ 2/3 ഭാഗത്തോളം എതിർ ക്രിസ്തുവിനാൽ വധിക്കപ്പെടും. പല രീതിയിലുള്ള മഹാപീഡകളാൽ വധിക്കപ്പെടും. വലിയ പീഡകൾ അവരുടെ മേൽ ഏൽപ്പിക്കപ്പെടും. ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത മഹാപീഡകൾ അവരുടെ മേൽ അഴിച്ചുവിടും. ആ പീഡകളിലൂടെ കടന്നുപോയിട്ട് 1/3 മാത്രം ശേഷിക്കും. അവരെ പല ദേശങ്ങളിലായിട്ട് ചിതറിക്കപ്പെടാനായിട്ടും ഇടവരും. So during that time, the Jews will have to go through great troubles. Antichrist will trouble them and will try to destroy the whole nation of Israel during that time. Because of that, only the 3/2 of Jews will be destroyed, and the only ones who will be left will be the 3/1 portion of Jews will be only left after this. ഈ മഹാപീഡനത്തിൽ കൂടി യഹൂദൻ കടന്നുപോയി. അവരുടെ പീഡനകാലം അവസാനിക്കുമ്പോഴേക്കും എതിർ ക്രിസ്തുവിന്റെ ഭൂമിയിലെ 7 വർഷ ഭരണകാലാവധിയും അവസാനിക്കും. ഈ സമയത്താണ് കർത്താവ് നേരിട്ട് ഇതിൽ ഇടപെടുകയും അപ്പോൾ നടക്കുന്ന യുദ്ധമാണ് അർമദോൺ യുദ്ധമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So at the end of this, the 7-year rule of Antichrist will be finished, and there will be only 3/1 of Jews left on the earth, and that's when Jesus Christ will himself come down to intervene for the nation of Israel, and that is called as Armageddon war. Please, that chart. We see the judgment seat of Jesus Christ. Then that is അത് സ്വർഗ മധ്യാകാശത്തിലാണ് നടക്കുന്നത്. അതിനുശേഷം കർത്താവ് തൻ്റെ സൈന്യവും തൻ്റെ ജനവുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, എതിർ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന ആ യുദ്ധമാണ് അർമദോൺ യുദ്ധം. So we see that the judgment seat of Christ is in mid-air. So from mid-air, Jesus Christ along with his angels and the whole church will descend down to earth to fight for the nation of Israel, and that is called as Armageddon war. Revelation 16 verse 13 to 16. Revelation 16 verse 13 to 16. Revelation 16 verse 13. And I saw 3 unclean spirits like frogs coming out of the mouth of the dragon, out of the mouth of the beast, and out of the mouth of the false prophet. For they are spirits of demons performing signs, which go out to the kings of the earth and of the whole world, to gather them to the battle of that great day of God Almighty. Behold, I am coming as a thief. Blessed is he who watches and keeps his garments, lest he walk naked and they see his shame. Verse 16. And they gathered them together to the place called in Hebrew Armageddon. 13-ാം വാക്യം verse 13 നാം വായിക്കുന്നത്, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. So we see in verse 13 that 3 unclean spirits that come out from the mouth of dragon, of the beast, and of the false prophet. സാത്താന്യ ത്രിത്വത്തിൽ നിന്നും പുറപ്പെടുന്നതാണ്. ഇത് തവള എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തവളയെപ്പോലുള്ള 3 അശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. തവള നമുക്കറിയാം രാത്രി മുഴുവൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അത് ഉണ്ടെങ്കിൽ തവളയുള്ള സ്ഥലത്ത് മറ്റുള്ളവർക്കെല്ലാം ഒരു അരോചകമായിരിക്കും ഇതിന്റെ സ്വരം കേൾക്കുന്നത്. ഇതുപോലെ 2-ാം യുദ്ധകാലത്ത് ഗീബൽസ് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ലോകത്തെ കള്ളം വിശ്വസിപ്പിച്ചതുപോലെ കള്ളപ്രചാരണം നടത്തി ലോകത്തെ മുഴുവൻ തന്റെ വലയിലാക്കിക്കൊണ്ട് ലോകത്തിലെ സകല ജനത്തെയും അർമദോൺ യുദ്ധത്തിന് വേണ്ടിയിട്ട് കൂട്ടിവരുത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അർമദോൺ എന്ന താഴ്വരയിലേക്ക് കൂട്ടിവരുത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത് മറ്റുള്ളവരെ വശീകരിക്കുന്ന ഭാഗമാണ്. So we see these unclean spirits, 3 unclean spirits like frogs. When we look to the nature of frog, we can see that it makes noise all throughout the night, and it's a disturbance for everyone in the night. Same like that, the unclean spirits that comes out from the satanic triunity, they will spread false prophecies and false rumors all around the world
to gather the people who are in the world during that time for the war of Armageddon. വേഴ്സ് 14 14 വാക്യം നാം വായിക്കുന്ന വിധവോ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് എതിർ ക്രിസ്തു ഇവരെല്ലാം കൂട്ടിച്ചേർക്കാൻ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അങ്ങനെയാണ് ഈ ലോക രാജ്യങ്ങളെ അല്ലെങ്കിൽ ലോകത്തുള്ള സകല മിലിറ്ററിയെയും തന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു ചേർക്കുന്നത്. For their spirits of demons performing signs which go out to the kings of the earth and of the whole world to gather them to the battle of that great day of God Almighty. So these demonic spirits will perform miracles, wonders, and signs to gather all the kings of the earth, so that they will all gather for the war. Zechariah 14 verse 1 2. Zechariah 14 verse 1 2. Behold, the day of the Lord is coming, and your spoil will be divided in your midst. For I will gather all the nations to battle against Jerusalem. The city shall be taken, the houses rifled, and the women's ravished. Half of the city shall go into captivity, but the remnant of the people shall not be cut off from the city. ആദ്യം ഇവർ വന്ന് യെരുശലേം നഗരം ആക്രമിക്കും. യഹൂദ ജാതി അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് അതിന്റെ തലസ്ഥാനമായ യെരുശലേം പിടിച്ചടക്കും. യെരുശലേമിലേക്ക് കടന്നു വരികയും നമ്മൾ ഈ കണ്ട ഭാഗം നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയടിക്കപ്പെടും, സ്ത്രീകൾ വഷളാക്കപ്പെടും, നഗരം പാതി പ്രവാസത്തിലേക്ക് പോകും. ഈ സമയത്ത് verse 3. Then the Lord will go forth and fight against those nations, and as he fights in the day of battle. യഹോവ പുറപ്പെട്ട് യുദ്ധ ദിവസത്തിൽ പൊരുതുന്ന പോലെ ആ ജാതികളോട് പൊരുതും. Now verse 14:4. And in that day his feet will stand on the Mount of Olives, which faces Jerusalem on the east, and the Mount of Olives shall be split into two from east to west, making a very large valley. Half of the mountain shall move towards the north, and half of it toward the south. സംഭവം ഇങ്ങനെയായിരിക്കും. കർത്താവായ യേശുക്രിസ്തു തന്റെ ദൂതന്മാരും കൂടി താൻ സ്വർഗാരോഹണം ചെയ്തു പോയത് ഒലിവുമലയിൽ നിന്നാണ്. സെഖറിയ പ്രവചനത്തിൽ നാം വായിക്കുന്ന അന്നാളിൽ അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. യേശുക്രിസ്തു തന്റെ ദൂതന്മാരും തന്റെ സൈന്യവും തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഒലിവുമലയിലേക്ക് വന്ന് കാൽ ചവിട്ടുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് പിളർന്നിട്ട് അവിടെ വലിയൊരു താഴ്വര ഉളവായി വരും. ആ താഴ്വരയാണ് എതിർ ക്രിസ്തുവും കർത്താവിന്റെ സേനയും തമ്മിൽ എതിരിടാനുള്ള യുദ്ധസ്ഥലമായ അർമഗദോൻ താഴ്വര. So during that time, Antichrist and his army will go into Israel to fight against them. They will attack Israel and capture Jerusalem. So as we read in verse 3, that time the Lord himself will descend from heaven to fight for the nation of Israel. So Jesus Christ ascended from the Mount of Olives. So when he comes down again to fight for the nation of Israel, he will come down to the Mount of Olives, and when his feet touches the Mount of Olives, that mountain will be split into two, and there will be a valley formed there. That valley is the Armageddon, where the war between the army of Antichrist and of God takes place. ഇന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ജിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച് ഇത് വെച്ചുകൊണ്ട് ഈ വചനം വായിച്ചിട്ട് ജിയോളജിസ്റ്റുകൾ ഒലിവുമല സർവേ ചെയ്യാനായിട്ട് ഇടവന്നപ്പോൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ഒലിവുമലയുടെ അടിഭാഗം അത് രണ്ടായിട്ട് ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് രണ്ടായിട്ട് വളർന്നു പോകത്തക്ക രീതിയിൽ വളരെ ദുർബലമാണ് ഒലിവുമലയുടെ അടിഭാഗമെന്നാണ് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ശാസ്ത്രവും അത് തെളിയിക്കുന്നു. So geologists, after reading this word, they went and did a research in the Mount of Olives, and they found that the Mount of Olives is very prone to any earthquake or any shaking. If an earthquake or something like that happens, the Mount of Olives can easily split into two, and a valley can be formed there. So even the science confirms the word of God. പുതിയ നിയമത്തിൽ കർത്താവ് ഒലിവുമലയിൽ തന്നെ വന്നിറങ്ങുമെന്നുള്ളതിന് വാക്യമുണ്ട്. ആക്ട്സ് chapter 1 verse 11-12. Acts chapter 1 verse 11-12. Who also said, Men of Galilee, why do you stand gazing up into heaven? This same Jesus who was taken up from you into heaven will also came in like manner as you saw him go into heaven.
സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന് ദൂതന്മാരോട് സാക്ഷ്യം പറയുകയാണ്. അത് കർത്താവ് ആരോഹണം ചെയ്ത് പോയത് ഒലിവുമലയിൽ തന്നെയാണ്. അവിടെ തന്നെ താൻ മടങ്ങി വരാനായിട്ട് ഇടവരും. So the angels are testifying that Jesus Christ, who has ascended to heaven from Mount of Olives, will also descend to the earth on the same mountain, that is a Mount of Olives, on his when he comes back. അങ്ങനെ സകലരും യെരൂശലേമിനെതിരെ നിൽക്കുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധ ദൂതന്മാരുമായിട്ട് യെരൂശലേമിനെ യഹൂദനെ രക്ഷിക്കാൻ വേണ്ടി ഒലിവുമലയിൽ വന്ന് കാൽ ചവിട്ടാനായിട്ട്. So when the whole world is fighting against Jerusalem at that time, Jesus Christ along with his army of angels will come down to the Mount of Olives to fight for the nation of Israel. 2 Thessalonians chapter 2 verse 8. And then the lawless one will be revealed, whom the Lord will consume with the breath of his mouth and destroy with the brightness of his coming. കർത്താവിനോട് യുദ്ധം ചെയ്യുകയല്ല ചെയ്യുന്നത്. കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ അവരെ ഒടുക്കി തന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാൽ അല്ലെങ്കിൽ തന്റെ പ്രത്യക്ഷയുടെ മഹത്വത്താൽ അവരെ നശിപ്പിക്കും എന്നാണ് നാം വായിക്കുന്നത്. So there will not be a war between Jesus Christ and the Antichrist, but rather the Lord will consume them with the breath of his mouth and destroy them with the brightness of his coming. ഇതെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ദൈവം വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ തന്റെ പ്രവൃത്തിയാൽ അത് വെളിപ്പെടും. വെളിപാട് പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നത് ഈ യുദ്ധം നടക്കുമ്പോൾ രക്തം കുതിരയുടെ കടിവാളത്തോളം അല്ലെങ്കിൽ കുതിരയുടെ കടിഞ്ഞാണ് അത്രയും പൊങ്ങുമെന്നാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സംഹാരം തന്നെ ആയിരിക്കും. അത് എങ്ങനെയാണെന്നൊന്നും വചനത്തിൽ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ടൊന്നും എഴുതിയിട്ടില്ല. So we don't know in detail about how this war will be. It will be revealed when Jesus Christ comes back. വെളിപാട് പുസ്തകം Revelation chapter 19 verse 17-21. Then I saw an angel standing in the sun, and he cried with a loud voice, saying to all the birds that fly in the midst of heaven, "Come and gather together for the supper of the great God, that you may eat the flesh of kings, the flesh of captains, the flesh of mighty men, the flesh of horses and of those who sit on them, and the flesh of all people, free and slave, both small and great." And I saw the beast, the king of the earth, and their armies gathered together to make war against him who sat on the horse and against his army. Then the beast was captured, and with him the false prophet, to work signs in his presence, by which he deceived those who received the mark of the beast and those who worshipped his image. These two were cast alive into the lake of fire burning with brimstone. ഇവിടെ നാം കാണുന്നത് സാത്താനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും ജീവനോടെ നരകത്തിലേക്ക് വിടുക. അവരെ കൊല്ലുന്നില്ല. എതിർ ക്രിസ്തുവിനെ സാത്താന്യ ദൈവത്വത്തിലെ രണ്ട് വ്യക്തിത്വങ്ങളായ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും ജീവനോടെ നരകത്തിലേക്ക് വിടുകയും ശേഷിച്ചവരെ വായിലെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. അവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടി നരകത്തിലേക്ക് ഇടുന്നതാണ് നാം കാണുന്നത്. ഗന്ധവും തീയും കത്തുന്ന പൊയ്കയിലേക്ക് തീ പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. So we can see that these two, the false prophet and the Antichrist, will be sent to the lake of fire or to hell alive. They will not be killed, but they will be sent alive to the lake of fire, and the remaining ones will be destroyed. Revelation chapter 20 verse 1-3. Then I saw an angel coming down from heaven, having the keys to the bottomless pit and a great chain in his hand. He laid hold of the dragon, that serpent of old, who is the devil and Satan, and bound him for 1,000 years. അവനെ സാത്താന്യ ദൈവത്വത്തിലെ ഒന്നാമനായ സാത്താനെ ഇവിടെ നരകത്തിൽ വിടുന്നില്ല. അവനെ 1000 ആണ്ടേക്ക് പിടിച്ച് ബന്ധിച്ച് ഒരു പ്രത്യേക സ്ഥലമായ പാതാളത്തിന്റെ ഒരു പ്രത്യേക സ്ഥലമായ ഇവിടെ എന്താ പറയുന്നത് അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുക. അതായത് തൽക്കാലത്തേക്ക് 1000 വർഷത്തേക്കിന് അവനെ അറസ്റ്റ് ചെയ്ത് നമ്മളിവിടെ റിമാൻഡ് ചെയ്യുന്ന പോലെ, ലോക നിയമപ്രകാരം പറഞ്ഞാൽ പ്രതിയെ തൽക്കാലത്തേക്ക് കുറ്റം തെളിയുന്നിടം വരെ റിമാൻഡ് ചെയ്യുന്ന പോലെ അവനെ ഒരു ജയിലറയിൽ അല്ലെങ്കിൽ അവനെ ബന്ധിച്ച് 1000 ആണ്ടത്തേക്ക് അവനെ ബന്ധിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അല്പകാലത്തേക്ക് അവനെ വീണ്ടും അഴിച്ചുവിടും. So
false prophet and antichrist will be sent into the lake of fire, but the dragon for 1,000 years he will be bound in bottomless pit. So he, after 1,000 years, he will be opened up again for some more time, but for the 1,000 years the dragon will be sent or will be bound in the bottomless pit. അതിനുശേഷമാണ് നാം ചിന്തിച്ചത്, ആരംഭത്തിൽ നാം ചിന്തിച്ച കർത്താവിന്റെ 3 സിംഹാസനങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ സിംഹാസനം നാം ചിന്തിച്ചു, കർത്താവിന്റെ ന്യായാസനം. ഇനി രണ്ടാമത്തെ സിംഹാസനമായ തേജസ്സിന്റെ സിംഹാസനം അതിനുശേഷം ആണ് ഭൂമിയിൽ യെരുശലേമിൽ വയ്ക്കപ്പെടുന്നത്. So after this war, that's when the second throne, we have been thinking the great white throne will be, No white throne, no glorious throne, the glorious throne will be placed on earth. ഇവിടെ നമുക്ക് വായിക്കാം, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31 to 46, ലോങ് പാസേജ് ആണ്. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31 to 46. When the Son of Man comes in his glory and all the holy angels with him, then he will sit on the throne of his glory. All the nations will be gathered before him, and he will separate them one from another, as a shepherd divides his sheep from the goats. And he will set the sheep on his right hand, but the goats on the left. Then the king will say to those on his right hand, "Come, you blessed of my Father, inherit the kingdom prepared for you from the foundation of the world. For I was hungry, and you gave me food. I was thirsty, and you gave me drink. I was a stranger, and you took me in. I was naked, and you clothed me. I was sick, and you visited me. I was in prison, and you came to me." Then the righteous will answer him, saying, "Lord, when did we see you hungry and feed you, or thirsty and give you drink? When did we see you a stranger and take you in, or naked and clothe you? Or when did we see you sick or in prison and come to you?" And the king will answer and say to them, "Assuredly I say to you, inasmuch as you did it to one of the least of these my brethren, you did it to me." Then he will also say to those on the left hand, "Depart from me, you cursed, into the everlasting fire prepared for the devil and his angels. For I was hungry, and you gave me no food. I was thirsty, and you gave me no drink. I was a stranger, and you did not take me in, naked, and you did not clothe me, sick and in prison, and you did not visit me." Then they will also answer him, saying, "Lord, when did we see you hungry or thirsty, or a stranger, or naked, or sick, or in prison, and did not minister to you?" Then he will answer them, saying, "Assuredly I say to you, inasmuch as you did not do it to one of the least of these, you did not do it to me." And these will go away into everlasting punishment, but the righteous into eternal life. നമ്മൾ ഒന്നാമത്തെ സിംഹാസനമായ ജഡ്ജ്മെന്റ് സീറ്റ് അല്ലെങ്കിൽ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നാം കണ്ടത് വിശ്വാസികൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവർക്ക് ആരെ ന്യായം വിധിച്ച നരകത്തിലേക്ക് വിടുന്നില്ല, അവർക്ക് പ്രതിഫലം വീതിക്കുന്ന സ്ഥലമാണ് ജഡ്ജ്മെന്റ് സീറ്റ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ചിലരെ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യദണ്ഡനത്തിലേക്കും ചിലരെ നിത്യപ്രത്യാശയിലേക്കും കടത്തിവിടുന്നതായിട്ടാണ്. So in the first seat, the judgment seat of Christ, we saw that it will be a place of rewarding the born again believers. There will be no judgment happening there. But whereas in the glorious throne of the Son of Man, we can see that there's a judgment taking place where some will be given life and some will be sent to hell. ഇവിടെ ഇത് വളരെ ചിന്താവിഷയം ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും വളരെ പല രീതിയിൽ കുഴച്ച് അല്ലെങ്കിൽ തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത്. അന്ത്യന്യായവിധി എന്നുള്ള രീതിയിൽ ഇത് അന്ത്യന്യായവിധിയല്ല, ഇത് അന്ത്യന്യായവിധി എന്നുള്ള രീതിയിൽ തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. So this is a portion which is most of the time taught very confusing, thinking that this is like the last judgment. ഇവിടെ നാം 4 കൂട്ടരെ കാണുന്നുണ്ട്. 1 രാജാവ്, 2 ഇടത്തുള്ള കോലാടുകൾ, 3 വലത്തുള്ള ചെമ്മരിയാടുകൾ, 4 രാജാവിന്റെ സഹോദരന്മാർ. So here we can see 4 people. That's the king, the king's brothers, the one on the left, that is the goat, and the one on the right, that is the sheep. കർത്താവ് പറയുന്നത്, ഇവർ ചോദിക്കുന്നത് നിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്,
ഇങ്ങനെയൊക്കെ നിന്നെ ഞങ്ങൾ എപ്പോ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ എൻ്റെ സഹോദരന്മാർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. So here we can see that they're asking, when did I do? When did I get a time to serve you? But that time Jesus is saying that whenever you did to one of my brothers, you did it to me. Verse 40, രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തിടത്തോളം അല്ല എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്തു. So in verse 14 we can see that whenever you did one of these small things to one of my brothers, you did it to me. ഇത് വചനപ്രകാരം എന്താണ് ഈ ന്യായവിധി എന്നുള്ളത് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഇത് മഹോപദ്രവകാലത്തെ ഇസ്രായേലുള്ള ബന്ധത്തിൽ ജാതികളോടുള്ള ന്യായവിധിയാണ്. So this is a judgment in relation to the nation of Israel, to the Gentile people during the tribulation time. ഈ മഹോപദ്രവത്തിന്റെ സമയത്ത് ഇസ്രായേൽ ജനം 4 ഭാഗത്തേക്കും ആരോരുമില്ലാതെ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ പോലെ ചെതറിക്കപ്പെടുമ്പോൾ ചിലരൊക്കെ അവരെ സഹായിക്കും. So during the tribulation time, the Israel nation will be scattered around the whole world. At that time, the Gentiles were still on earth. Some of them will help the nation of Israel or the Jews. അവരാണ് ഈ ചെമ്മരിയാടുകൾ, ഈ സഹായിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞ എൻ്റെ സഹോദരൻ, എൻ്റെ ഈ ചെറിയ സഹോദരൻ ഒരാൾക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്കാണ് ചെയ്തത്. കർത്താവിൻ്റെ സഹോദരന്മാരാണ് യഹൂദ ജാതി. So the brothers of Jesus Christ is the nation of Israel. So whenever one of those Gentiles help the Jews when they're scattered, they're doing it to Jesus Christ. So they are the sheep whom on the right side, whom we have mentioned in this portion. അവരെ നിഷ്കരണം തള്ളിക്കളയുകയും ഓടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തവരാണ് കോലാടുകൾ, ഇടത്ത് വശത്ത് നിൽക്കുന്ന കോലാടുകൾ. The one on the left side, the goat, is the one who reject them and who try to reject them. അപ്പം ഇത് യെരുശലേം ജാതിയോടുള്ള, യഹൂദ ജാതിയോടുള്ള ജാതികളുടെ ഇടപെടലിനെ അനുസരിച്ചുള്ള ന്യായവിധിയാണ്. So this judgment is for the Gentiles in relation to the nation of Israel, how they behave or how they treat the nation of Israel during the tribulation time. ഇവിടെ നാം കാണുന്നത് 4 കൂട്ടം ആൾക്കാരെയാണെന്ന് നാം കണ്ടു. ഈ സ്ഥലം ഹെർമോദോൻ താഴ്വര തന്നെയാണ്. ഈ കർത്താവിന്റെ മഹത്വത്തിന്റെ സിംഹാസനം വെക്കുന്നത് ഹെർമോദോൻ താഴ്വര തന്നെയാണ്. സ്ഥലം 1000, സമയം എന്ന് പറയുന്ന 1000 ആണ്ട്, കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ തൊട്ട് മുമ്പാണ്. വ്യക്തികൾ എന്ന് പറയുന്ന കർത്താവ് ഇസ്രായേലിലെ ചുറ്റുമുള്ള ജാതികളാണ്. ഉദ്ദേശം ഇസ്രായേലിലുള്ള ബന്ധത്തിൽ ജാതികളുടെ ന്യായവിധി. So this throne will be placed in the Armageddon Valley. It will be just before the millennial reign of the Jesus Christ. The purpose of this throne is the judgment of the Gentiles in relation to the nation of Israel. ഇവിടെ ഫലം എന്ന് പറയുന്നത് നിത്യജീവനും നിത്യദണ്ഡനവുമാണ്. And the result will be either eternal life or eternal judgment or eternal hell. ഇവിടെ അതിനുശേഷമാണ് കർത്താവിന്റെ 1000 ആണ്ട് ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ താൻ ഇരുന്നുകൊണ്ട് ആക്ഷരികമായിട്ട് ഈ ഭൂമി 1000 ആണ്ട് ഇപ്പോൾ ഒരു ഭരണാധികാരി ഭരിക്കുന്ന പോലെ ആക്ഷരിക ഇസ്രായേലിന്റെ രാജാവായിട്ട് താൻ ഭരിക്കും. കർത്താവിന്റെ ജനന സമയത്ത് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് വിദ്വാൻമാർ ചോദിച്ചു, യഹൂദന്മാർക്ക് രാജാവായി പിറന്നവനോടെ? അവൻ രാജാവായി പിറന്നവനാണ്, അവൻ രാജാവാകേണ്ടവനായിരുന്നു. എന്നാൽ യഹൂദജാതി അന്ന് അവനെ രാജാവായിട്ട് അംഗീകരിക്കാഞ്ഞത് കൊണ്ട് കർത്താവിന്റെ രാജ്യത്വം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയും അങ്ങനെ നമുക്ക് രക്ഷ വരികയും ചെയ്തു. നമുക്കൂടെ രക്ഷ വരുന്നതിനത് മുഖാന്തരമാകേണ്ടതിനായിട്ട് കർത്താവ് ഒരുക്കിയ പദ്ധതിയാണ്. എന്നാൽ അവന്റെ രാജ്യത്വം നീങ്ങിപ്പോയിട്ടില്ല. അവൻ 1000 ആണ്ട് ഈ ഭൂമിയിൽ ഒരു രാജാവായിട്ട് ഭരിക്കും. So soon after this one, Jesus Christ will reign, will sit on the glorious throne and will reign the whole world for 1000 years. That is the millennial reign of the Jesus Christ. We can see when Jesus Christ was born on earth, the wise people came to the palace of Herod and asked, where is the one who was born as the King of Jews? Jesus Christ was born as the King of Jews, but for our sake, for the sake of Gentiles, for at that time the Jews did not accept Jesus Christ as the king. But on his second coming, Jesus Christ will reign over the whole earth as a king on his glorious throne. Revelation chapter 20 verse 4.
And I saw thrones, and they sat on them, and judgment was committed to them. Then I saw the souls of those who had been beheaded for their witness to Jesus and for the word of God, who had not worshipped the beast or his image, and had not received his mark on their forehead or on their hands. And they lived and reigned with Christ for 1,000 years. ഇവിടെ നാം കാണുന്നത് 1000 ആണ്ട് ഭരണത്തിന് മുമ്പ് തന്നെ കർത്താവിന്റെ റാപ്ചറിൽ അല്ലെങ്കിൽ കർത്താവിന്റെ മധ്യാകാശ വരവിലെ സഭ എടുക്കപ്പെട്ടു. അതിനുശേഷം എതിർക്രിസ്തുവിന്റെ കാലത്ത് തലഛേദിക്കപ്പെടുന്നവര്, മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കാത്തവര്, അവന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവര്, അവനെ അംഗീകരിക്കാത്തവരായിട്ട് വലിയൊരു കൂട്ടം കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകും. അവരുടെ ഉയർപ്പും ഈ സമയത്ത് നടക്കും. ഈ സമയത്താണ് നടക്കുന്നത്. അവരുടെ ഉയർപ്പ് ഈ സമയത്താണ് നടക്കുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 20:4 നാം കണ്ടത്. ഇവരും കൂടെ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് 1000 ആണ്ട് ഭരണം ആരംഭിക്കുന്നത്. So at the time of the rule of Antichrist, there will be a huge witness who has not accepted Antichrist. They will be beheaded, and their life will be sacrificed for the sake of Lord Jesus Christ. These people will also rise up soon after this, and together with them, Jesus Christ will reign on the earth for 1,000 years. ആ സമയത്ത് വേഴ്സ് 5, റെവലേഷൻ 20 വേഴ്സ് 5, ആ സമയത്ത് അപ്പൊ ചോദിക്കും, അപ്പോൾ ഇതുവരെ രക്ഷിക്കപ്പെടാതെ മരിച്ചവരെല്ലാം എവിടെയാണ്? അവരെന്താണ്? ഇവിടെ നാം വായിക്കുന്നത് 1000 ആണ്ട് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. But the rest of the dead did not live again until the 1,000 years were finished. This is the first resurrection. So there will be a question: what is happening to the people who had been on earth during that time, during the tribulation time, or during the rule of Antichrist? We can see. Died from Adam. Or people. Also the dead. The people who are dead and hasn't been resurrected will rise up during this 1,000-year reign. അതിനുശേഷം കർത്താവിന്റെ 1000 ആണ്ട് ഭരണം തുടങ്ങുകയാണ്. അവിടെ നാം വായിക്കുന്നത് വേഴ്സ് 4 നാം വായിക്കുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. വേഴ്സ് 20, Revelation 20 verse 4. And I saw thrones, and they sat on them, and judgment was committed to them. Then I saw the souls of those who had been beheaded for their witness to Jesus and for the word of God, who had not worshipped the beast or his image, and had not received his mark on their foreheads or on their hands. And they lived and reigned with Christ for 1,000 years. Yes. I saw thrones. അതായത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്നത് 12 അപ്പോസ്തലന്മാരാകാം. So here we read that I saw thrones, that the one who will be seated on the thrones will be most likely the 12 prophets, 12 apostles. Matthew chapter 19 verse 28, 30. Matthew 19? Matthew 19 verse 28. Matthew 19 verse 28. So Jesus said to them, assuredly I say to you that in the regeneration, when the Son of Man sits on the throne of his glory, you who have followed me will also sit on 12 thrones, judging the 12 tribes of Israel. ഇവിടെ സന്ദർഭം പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്റെ പുറകെ എല്ലാം വിട്ടു വന്നിരിക്കുന്നു, ഞങ്ങൾ ഒന്നും എല്ലാം വിട്ടിട്ട് നിന്റെ പുറകെ വന്ന് ഞങ്ങൾക്ക് നീ എന്നാ തരും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ അനുഭവിച്ചിരിക്കുന്ന നിങ്ങൾ മനുഷ്യപുത്രന്റെ പുനർജന്മത്തിൽ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. So this is the scenario for the situation is Apostle Peter is asking Jesus Christ, we have left everything and come to follow you, Jesus. What will we get? So that time Jesus Christ is answering them, when I sit on the throne of glory, you 12 apostles will sit on 12 thrones and will reign the 12 tribes of Israel. Revelation 20 verse 6. Blessed and holy is he who has part in the first resurrection. Over such the second death has no power, but they shall be priests of God and of Christ, and shall reign with him 1,000 years. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിട്ട് വാഴും. ഈ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായിട്ട് വാഴുന്ന നാം ആയിരിക്കും. So we see that they shall be priests of God and of Christ, and they shall reign with him 1,000 years.
This will be the born again believers who will be the priest of God and of Christ and who will be reigning along with Jesus Christ for 1,000 years. സംഭവം ഇങ്ങനെയായിരിക്കും. കർത്താവിന്റെ 1000 ആണ്ട് ഭരണത്തിൽ ഈ ഭൂമിയിൽ മരിക്കാത്ത മനുഷ്യരുണ്ട്. അതായത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അവശേഷിക്കുന്ന മനുഷ്യര്, മരിക്കാത്ത മനുഷ്യരെ ചേർത്താണ് 1000 ആണ്ട് ഭരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ കർത്താവ് തന്റെ ആക്ഷരിക സിംഹാസനം യെരുശലേമിൽ വെച്ച് യെരുശലേമിനെ ഇസ്രായേൽ ജാതിയെ ലോകത്തെ ഭരിക്കുമ്പോൾ 12 ഇസ്രായേൽ ജാതിയുടെ 12 ഗോത്രങ്ങളെ അപ്പോസ്തലന്മാർ ഭരിക്കും. അതുപോലെ നമുക്കൊക്കെയും ആ ഭരണത്തിൽ കർത്താവിനോട് ചേർന്ന് പുരോഹിതന്മാരും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുമായിട്ട് നമുക്കും അവിടെ സ്ഥാനമുണ്ടായിരിക്കും, ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കും. So there will be people who will be still left behind after the reign of Antichrist. All those people along with us will be there during the millennial rule. So at that time the 12 apostles will reign over the 12 tribes of Israel, whereas we shall be like the priest of God and of Christ, and we will be reigning the other Gentiles who were left over during the rule of Antichrist. ഇതാണ് 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞ യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് വിവാഹം കഴിഞ്ഞാൽ മണവാളൻ മണവാട്ടിയുടെ ഭവനത്തിൽ ചില നാളുകൾ വിരുന്നിന് താമസിക്കും. അപ്പോൾ നമ്മുടെ മണവാളനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ മണവാട്ടിയായ സഭയോട് ചേർന്നുള്ള ഭൂമിയിലെ വിരുന്നുകാലമാണ് ഈ 1000 ആണ്ട് വാഴ്ച. So according to the tradition of Jews, the bridegroom will stay in bride's house for some time before going to the bridegroom's house. So the same thing is happening here as well. So Jesus Christ is coming to stay with the bride on the earth for 1,000 years, and he will be staying and ruling along with us on this earth for the 1,000 years. അന്ന് ഭൂമിയുടെ പ്രകൃതമെല്ലാം മാറും. നമുക്ക് വായിക്കാം യെശയ്യാ ചാപ്റ്റർ 11 വേഴ്സ് 6 to 9. അന്ന് ഭൂമിയുടെ എല്ലാ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും ഭൂമിയുടെ മൃഗജാലങ്ങളുടെ സ്വഭാവങ്ങളും സകലതും മാറിയിട്ട് ഏതെല്ലാം അവസ്ഥയിലേക്ക് ഭൂമി റിസ്റ്റോർ ആക്കപ്പെടും. So at that time, at the 1,000 millennial rule, the nature of the earth and all the living beings in it shall change, and it will be restored to the nature of how God created the created earth in the time of Eden. The wolf also shall dwell with the lamb, the leopard shall lie down with the young goat, the calf and the young lion and the fatling together, and a little child shall lead them. 6 to 9. The cow and the bear shall graze, the young ones shall lie down together, and the lion shall eat straw like the ox. The nursing child shall play by the cobra's hole, and the weaned child shall put his hand in the viper's den. They shall not hurt nor destroy in all my holy mountain, for the earth shall be full of the knowledge of the Lord as the waters cover the sea. ഇതായിരിക്കും ഭൂമിയുടെ സ്വഭാവം. ഭൂമിയുടെ സ്വഭാവം എല്ലാം മാറിയിട്ട് ആദ്യം നമ്മൾ കണ്ടായിരുന്നു, ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ എല്ലാ മൃഗങ്ങളും സസ്യഭുക്കുകളായിരുന്നു. എന്നാൽ ആദാം പാപത്താൽ ഭൂമി വഷളായി തീർന്നപ്പോഴാണ് മൃഗങ്ങളുടെ സ്വഭാവം മാറിയിട്ട് പലതും മാംസഭുക്കുകളായിട്ട് മാറാൻ ഇട വന്നത്. അവയുടെ എല്ലാ സ്വഭാവം മാറിയിട്ട് വീണ്ടും ഏതെല്ലാം അവസ്ഥയിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടുകയും ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കുകയും പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കുകയും പശുക്കിടാവും ബാലസംഭവവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കുകയും ചെറിയ കുട്ടി അവരെ നടത്തുകയും പശു കാള പോലെ വൈക്കോൽ ഇതിനെയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരിക്കും 1000 ആണ്ട് വർഷം. So during this millennial rule, the initial purpose of the creation will be restored. When creation was formed in the Garden of Eden, the lions never used to eat flesh, but it's only when man sinned, the nature of the whole creation changed. So during that millennial rule, the nature of the whole creation will be restored as how it was purposed during the creation in Eden. അന്ന് ആയുസിന്റെ കാലങ്ങൾ മാറും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ 65 വേഴ്സ് 20. യെശയ്യാ ചാപ്റ്റർ 65 വേഴ്സ് 20. No more shall an infant from there live but a few days, nor an old man who has not fulfilled his days, for the child shall die 100 years old. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. അതായത് ഒരാളുടെ ശൈശവ പ്രായം എന്ന് പറയുന്നത് 100 വയസ്സായിരിക്കും. അവൻ 1000 വർഷം വരെ ആദാമിന്റെ കാലത്തുണ്ടായിരുന്ന പോലെ മനുഷ്യന് 1000 വർഷത്തേക്ക് തന്റെ ആയുസ് ലൈഫ് സ്പാൻ നീട്ടിക്കിട്ടുന്ന അവസ്ഥയായിരിക്കും.
So during this time, even the lifespan of human beings will change. We can see that for the child shall die 100 years old. So the lifespan will be like 1,000 years during the how it was during the time of Adam and Eve. യെശയ്യാ 65 വേഴ്സ് 22. എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാണ്. യെശയ്യാ 65 വേഴ്സ് 22. They shall not build and another inhabit, they shall not plant and another eat. For as the days of a tree, so shall be the days of my people. ഒരു വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിരിക്കും മനുഷ്യന്റെ ആയുസ്. വേദപണ്ഡിതന്മാർ പറയുന്നത് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ഒലിവ് മരങ്ങൾ ഇന്നും ഒലിവ് മലയിലുണ്ട്. ഒലിവ് മരം എന്ന് പറയുന്ന 5000 വർഷത്തോളമൊക്കെ ജീവിക്കുക, 5000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒലിവ് മരങ്ങളെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മരത്തിന്റെ ആയുസ് പോലെ, വൃക്ഷത്തിന്റെ ആയുസ് പോലെ മനുഷ്യന്റെ ആയുസ് നീണ്ടു കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും 1000 ആണ്ട്. So during the millennial rule, we can see that as the days of the trees shall be the days of people. We can see there are some olive trees which are still alive, which were present during the time of Jesus Christ. So the olive can sustain for about 5,000 years. So the days or the lifespan of human beings will be restored back to the same like the days of a tree. Isaiah 65 verse 24. അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. It shall come to pass that before they call I will answer, and while they are still speaking I will hear. 1000 ആണ്ട് ഭരണത്തിൽ നാം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൽ നിന്ന് ഉത്തരം വരും. നാം പ്രാർത്ഥിച്ചിട്ട് കാത്തിരിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ തുടർമാനമായിട്ട് ജാഗരിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ അവർക്ക് ഉത്തരമരുളും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. So during that time, there won't be any need for us to pray, continuous praying or anything. We can see here that even before we call, the Lord will answer, and even before we speak, the Lord will hear. Chapter 32 verse 1. അന്ന് കർത്താവിന്റെ നീതി ഭരണമായിരിക്കും. Behold, a king will reign in righteousness and princes will rule with justice. So that will be a time of reigning in righteousness, and Jesus Christ will reign in righteousness during the millennial rule. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുവരെയും ഒരാൾക്കും ഈ ഭൂമിയെ നീതിയോടെ ഭരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതുവരെ ഒരു നീതി ഭരണം ഈ ലോകത്ത് കാഴ്ചവെക്കാനും ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാൽ കർത്താവിന്റെ പരമാധികാരത്തിൽ, കർത്താവിന്റെ സാമ്രാജ്യത്തിൽ താൻ എന്തായിരുന്നു ഏദൻ തോട്ടം കൊണ്ട് ഈ ഭൂമിയിൽ ഉദ്ദേശിച്ചിരുന്നത്, ഏത് രീതിയിൽ ഭൂമി ആയിരിക്കാനായിരുന്നു ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമനെയുമായി സൃഷ്ടിച്ചാക്കിയപ്പോൾ അവരിൽ കൂടെ സൃഷ്ടിക്കപ്പെടുന്ന സന്തതി പരമ്പരകൾ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കുമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് എന്നുള്ളതിന്റെ കർത്താവിന്റെ നീതി ഭരണത്തിന്റെ ഒരു കാഴ്ചവെപ്പായിരിക്കും 1000 ആണ്ട്. So there has been no king who was able to rule the earth in righteousness. The purpose of this millennial rule is to restore the purpose, how God purposed Adam and Eve and his generations to rule the earth in righteousness. So during this millennial rule, Jesus Christ will display the same rule or reign on the face of earth, and Jesus will reign in righteousness during that time. ഇതാണ് 1000 ആണ്ട് ഭരണമെന്ന് നാം ഭരണമെന്ന് പറയുന്നത്. ഇതിന് ശേഷം ഈ സാത്താനെ ഒന്നുകൂടെ തുറന്നുവിടും. So after this millennial rule, the dragon who was bound in deep pit will be freed again. Revelation chapter 20 verse 7 to 9. Revelation chapter 20 verse 7 to 9. Now when the 1,000 years have expired, Satan will be released from his prison and will go out to deceive the nations which are in the four corners of the earth, Gog and Magog, to gather them together to battle, whose number is as the sand of the sea. 1000 ആണ്ട് കർത്താവിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം ഈ സാത്താനെ ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് തുറന്നുവിടുകയും അവൻ പെട്ടെന്ന്, സാത്താൻ എന്ന് പറയുന്ന ആത്മാവാണ്, നമുക്കറിയാം അവനൊരു വ്യക്തിയല്ല, അവൻ ആത്മാവാണ്. അവൻ പെട്ടെന്ന് ആത്മമണ്ഡലത്തിൽ പരന്നിട്ട് ഭൂമിയിൽ അപ്പോൾ കർത്താവിന്റെ 1000 ആണ്ട് നീതിയോടെയുള്ള ഭരണം നടക്കുമ്പോഴും കർത്താവിന്റെ ഭരണത്തെ ഹൃദയം കൊണ്ട് ഇഷ്ടമല്ലാത്ത അനേകർ ഈ ഭൂമിയിലുണ്ട്. കാരണം മനുഷ്യൻ ജനിച്ച നാൾ മുതൽ അവന്റെ ചായ്വ് തിന്മയിലേക്കാണ്.
അവൻ സാത്താനാൽ വശീകരിക്കപ്പെട്ട് ആദാമ്യ ശരീരമായിരിക്കും നമ്മുടെ ഈ ശരീരത്തിന് ഒരിക്കലും ദൈവത്തിന്റെ നീതിയോടും ദൈവത്തിന്റെ വിശുദ്ധിയോടും താല്പര്യമില്ല. നമുക്ക് ആർക്കും സ്വതവേ ദൈവിക നീതിയിൽ ജീവിക്കാനും ദൈവിക വിശുദ്ധിയിൽ ജീവിക്കാനും ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ സ്വാതന്ത്ര്യപ്രകാരം പാപത്തിലേക്കുള്ള ചായ്വിൽ ജീവിക്കാനും പാപത്തെ ആസ്വദിച്ച് ജീവിക്കാനുമാണ് നമ്മുടെ ഈ ജഡത്തിന് താല്പര്യം. ഈ താല്പര്യമുള്ള ജനങ്ങളായിരിക്കും ഈ 1000 ആണ്ട് ഭരണത്തിൽ ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ പിശാചിനെ വീണ്ടും ഒരിക്കൽ കൂടി അഴിച്ചുവിടുമ്പോൾ ഇവരിലേക്കെല്ലാം ഈ പിശാചാകുന്ന സാത്താൻ ആത്മാവായിട്ട് ഇവരുടെ അങ്ങനെ ഈ കർത്താവിന്റെ ഭരണത്തോട് താല്പര്യമില്ലാത്ത സകലരുടെ ഹൃദയത്തിലേക്ക് പരക്കെ ചെന്ന് വ്യാപരിക്കുകയും അവരെ എല്ലാവരും കൂടി അവനൊരു യുദ്ധത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുകയും ചെയ്യും. So soon after the millennial rule, once the dragon is freed from the deep pit, there will be a set of people who are on earth during the millennial rule who still doesn't like Jesus Christ. Because once Adam sinned, the tendency for our flesh is to still sin. We don't have a natural tendency to live in righteousness. Our natural tendency by ourselves is to sin. So even when Jesus Christ is ruling on the earth, there will be a set of people who doesn't like the rule of Jesus. So once Satan or dragon is freed from the deep pit, he will enter into this people and gather this people from all over the earth for a war. This war is ഈ യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. And that war is called as Gog Magog war. Verse 9, chapter 20, verse 9. Revelation chapter 20, verse 9. They went up on the breadth of the earth and surrounded the camp of the saints and the beloved city. And the fire came down from God out of heaven and devoured them. സാത്താന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേൽ യെരുശലേം നഗരത്തെ വളയുകയും കർത്താവിനുള്ള യുദ്ധത്തിന് നേരിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് വലിയൊരു സൈന്യവുമായിട്ട് വരികയും ചെയ്യുമ്പോൾ കർത്താവ് അവിടെ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല. തന്റെ വായിൽ നിന്നും തീ ഇറങ്ങിയവരെ ആകാശത്തു നിന്ന് തീ ഇറങ്ങിയവരെ ദഹിപ്പിച്ചു കളയാണ് ചെയ്യുന്നത്. So even during that time, we can see that Satan will gather all the people who are against Jesus Christ and will gather them for the Gog Magog war. Even during that time, Jesus Christ is not doing a war to destroy them, but fire will come out from his mouth and ആകാശത്തു നിന്ന് തീ ഇറങ്ങിയവരെ or fire will come out from heaven and will destroy the whole army. അതോടുകൂടി സാത്താനെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മാനസാന്തരാനുഭവത്തിലേക്ക് വരാനോ കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കാനോ താല്പര്യമില്ലാത്ത സകല ജനവും ആ കൂട്ടത്തിൽ നശിപ്പിക്കപ്പെടും. So all people who were left behind, who didn't have a desire to live righteously or who didn't have a desire for Lord Jesus Christ will be destroyed in that war. അതിനുശേഷം അവരെ verse 10. Revelation 20 verse 10. The devil who deceived them was cast into the lake of fire and brimstone, where the beast and the false prophet are, and they will be tormented day and night forever and ever. ഇവിടെയാണ് പിശാചിനെ ന്യായം വിധിച്ച് അവനെ ന്യായം വിധിക്കുന്നില്ല, അവനെയും നരകത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നരകത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇതുവരെ നരകത്തിൽ ആരും പോയിട്ടില്ല. ഇന്ന് മരിക്കുന്ന ആത്മാക്കളെല്ലാം പാതാളത്തിന്റെ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. നരകം ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. നരകത്തിൽ ആദ്യ ഉദ്ഘാടനത്തിന് വേണ്ടി വിടുന്നത് അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. അതിനുശേഷം സാത്താനെയും കള്ളപ്രവാചകനും എതിർക്രിസ്തുവും കിടക്കുന്ന ഗന്ധകപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അങ്ങനെ നരകത്തിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നടത്തപ്പെടും. So till now, all who has been dead, they are still in the deep pit. No one has been sent to hell, or to the lake of fire. So the first ones who will be sent to the lake of fire will be the beast and the false prophet. After the Gog Magog war, the devil or the dragon will also be sent to the lake of fire or to the hell. ദൈവം നരകത്തെ സൃഷ്ടിച്ചപ്പോൾ സാത്താനെ വിടുക എന്നുള്ളത് മാത്രമായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. സാത്താന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് നരകം. എന്നാൽ പിശാചിന് വശംവദരായി പിശാചിന്റെ അനുയായികളാകാൻ തീരുമാനിച്ചവർ സ്വയം നരകത്തിലേക്ക് പോകുന്നതാണ്. ദൈവത്തിന്റെ ഹിതം ഒരിക്കലും മനുഷ്യനെ നരകത്തിലേക്ക് വിടുക എന്നുള്ളതല്ല. The desire for our God, for Lord Jesus Christ, is not to send any of the human beings to hell. His only purpose was to send the devil to hell. But once human beings ourselves give our life to devil, that's when we are being sent to hell. Revelation 20 verse 11. 20 verse 11. Then I saw a great white throne and him who sat on it, from whose faces the earth and the heaven fled away, and there was found no place for them. ഇവിടെ നാം കണ്ടത് വെള്ളസിംഹാസനം നാം ചിന്തിച്ചു. once more
കർത്താവിന്റെ വലിയ വെള്ളസിംഹാസനം, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തിനിരിക്കുന്നതും കണ്ടു. ഇവിടെയാണ് കർത്താവിന്റെ മൂന്നാമത്തെ സിംഹാസനമായ വെള്ളസിംഹാസനം വയ്ക്കപ്പെടുന്നത്. So after Gog Magog war, then is the third throne, that is the great white throne is placed. ഈ വെള്ളസിംഹാസനം വെക്കുന്നതിന്റെ ഉദ്ദേശം, ഒന്നാമത്തെ ഉദ്ദേശം, ആദ്യത്തെ വെള്ളസിംഹാസനത്തിൽ നിന്നുള്ള കർത്താവിന്റെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഭൂമിയുടെ അഗ്നിശോധന അല്ലെങ്കിൽ ഭൂമിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. The first purpose of the great white throne is the destruction of earth with fire. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. So from his presence the earth and heaven will flew away, and the heaven and earth will not be found no more. ഹാബേലിന്റെ രക്തം മുതൽ അവസാനം മരിക്കാനിരിക്കുന്ന രക്തസാക്ഷിയുടെ വരെ രക്തം കുടിച്ച് പാപമംഗലമായി തീർന്ന ഒരു ഭൂമിയാണിത്. So this earth has seen the blood of Habel, and from there this earth has been to the last martyrs. So the earth has seen the blood of many martyrs. So this earth has already been defiled. നമ്മൾ ഇത് വായിക്കട്ടെ. 2 Peter verse 3:10-11. 2 Peter verse 3:10-11. But the day of the Lord will come as a thief in the night, in which the heavens will pass away with great noise, and the elements will melt with fervent heat. Both the earth and the works that are in it will be burned up. ആകാശവും ഭൂമിയും ഈ ആകാശവും പൂർണ്ണമായിട്ടും നീക്കപ്പെട്ടതിന് ശേഷം അന്തരീക്ഷ മണ്ഡലത്തിലായിരിക്കും കർത്താവിന്റെ വെള്ളസിംഹാസനം വയ്ക്കപ്പെടുന്നത്. So during that time the heaven and the earth will be completely destroyed, and the great white throne will be placed in the air. Then Revelation 21 from verse 12. Also she had a great and high wall with 12 gates, and 12 angels. Revelation 20 verse 12. 20 verse 12. Revelation 20 verse 12. And I saw the dead, small and great, standing before God, and books were opened, and another book was opened, which is the book of life. And the dead were judged according to their works by the things which were written in the books. 13, 14 and 15. The sea gave up the dead who were in it, and death and Hades delivered up the dead who were in them, and they were judged each one according to his works. Then death and Hades were cast into the lake of fire. This is the second death. And anyone not found written in the book of life was cast into the lake of fire. ഇതാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ഇനി നമുക്ക് ചാർട്ട് നോക്കാം. ഈ വെള്ളസിംഹാസനം വയ്ക്കപ്പെട്ടിട്ട് അവിടെ നടക്കുന്ന ന്യായവിധി എന്ന് പറയുന്നത് ഇതാണ്. മരിച്ചവരുടെ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് മാനസാന്തരാനുഭവത്തിൽ ജീവിച്ച് നിത്യരക്ഷ പ്രാപിക്കാത്തവരുടെ നരകശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് വയ്ക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവരെ നരകത്തിലേക്ക് വിടുന്നതിന് വേണ്ടി വയ്ക്കപ്പെടുന്ന സിംഹാസനമാണ് വെള്ളസിംഹാസനം. So this white throne, the purpose of this white throne is for the judgment or non-believers, or for non-believers. So here they will be sent to hell after Jesus Christ judging them on the great white throne. ഇവിടെ മരിച്ചവർ മാത്രമാണ്, അവർക്ക് അവരുടെ പ്രവർത്തിക്കടിച്ച മരിച്ചവർ ആബാലവൃത്തം. മരിച്ചവർ എന്ന് വചനം പറയുന്നത് വിശ്വാസികൾ മരിക്കുമ്പോൾ വചനത്തിൽ പറയുന്ന അവർ നിദ്ര പ്രാപിച്ചു എന്ന്. പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിലും പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലും എല്ലാം മരിച്ചവരെ കുറിച്ച്, കർത്താവിൽ മരിച്ചവരെ കുറിച്ച് പറയുന്നത് അവർ നിദ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മരിച്ചവർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാതെ മരിച്ചവരെ കുറിച്ചാണ്. So when we read the book, the word of God, we can see that the death of the saints is mentioned as a sleep, whereas so the death mentioned here is the death or the spiritual death. Those who has not been born again, they are spiritually dead. So that is the death ones who are mentioned here. ഈ നരകത്തിലെ ശിക്ഷയും എല്ലാവർക്കും ഒരുപോലെയല്ല. നരകത്തിൽ പോകുന്ന എല്ലാവരും ഒരേ ദണ്ഡനത്തിലേക്കല്ല പോകുന്നത്. ഇവിടെ നാം വായിക്കുന്നത് 12-ാം വാക്യത്തിൽ വായിക്കുന്നത് പുസ്തകത്തിൽ എഴുതിയിരുന്നോണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി.
So those who are even sent to hell, they will not be in the same level, or they will not be suffering the same way. Each one will be sent to hell, or the suffering in the hell for each one will be according to what they did on the earth, or according to their works. അവരുടെ പ്രവർത്തിക്കടുത്ത ശിക്ഷയാണ് ഉണ്ടാകുന്നത്. ഹിറ്റ്ലറിനെ വിടുന്ന നരകത്തിന്റെ സ്ഥലത്തിലേക്കായിരിക്കുകയില്ല ഹിറ്റ്ലറിനാൽ വധിക്കപ്പെട്ട ഒരു യൂതനെ വിടുന്നത്. So Hitler and the one who has been killed by Hitler, a Jew who has been killed by Hitler, will not be sent to the same place of hell. There will be variations in hell as well. അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധിയാണ് ഉണ്ടാകുന്നത്. So the judgment, or the place where they will be sent, will be according to the works they did when they were on earth. 14 വാക്യം നാം വായിക്കുന്ന മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. So in verse 14 we can see that death and Hades will be cast into the lake of fire as well. മരണവും പാതാളവും എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ മരണവും പാതാളവും രണ്ട് അവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ മരണവും പാതാളവും ആത്മമണ്ഡലത്തിലെ രണ്ട് സ്പിരിച്വൽ റെലംസ് ആണ്, രണ്ട് തലങ്ങളാണ്. So death and Hades is the two realms, are the two spiritual realms. So these will be sent to the lake of fire. സാത്താനോടുകൂടി അതും നരകത്തിലേക്ക് തള്ളിയിടപ്പെടും. So along with Satan, the death and Hades will also be cast into the lake of fire. അതിനുശേഷം പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കപ്പെടുന്നു. Revelation 21 verse 1. So after this, new heaven and new earth will be formed. Now I saw a new heaven and a new earth, for the first heaven and the first earth had passed away. Also there was no more sea. ആബേലിന്റെ രക്തത്താൽ ശുദ്ധമാക്കപ്പെട്ട ഭൂമിയെ നശിപ്പിച്ചതിന് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. അവിടേക്ക് രണ്ടാം വാക്യം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസേനയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. Verse 2. So the earth which was defiled by the blood of Abel and all the saints will be destroyed by Lord Jesus, and new heaven and earth will be formed. And that's what we can see here in verse 2. Then I, John, saw the holy city, New Jerusalem, coming down out of heaven from God, prepared as a bride adorned for her husband. ഇവിടെ ഇത് സ്വർഗമല്ല, ഇതും ഒരു ഭൂമിയാണ്. സ്വർഗമല്ല ഇത്, ഈ സ്ഥലവും സ്വർഗമല്ല. നാം സ്വർഗത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇത് സ്വർഗമല്ല. ഇതിവിടെ ത്രിയേകനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, നാം താഴോട്ട് വായിക്കുമ്പോൾ അത് കാണാം. 3-ാം വാക്യത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം തന്റെ ദൂതന്മാരുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഭൂമിയിൽ സ്വർഗീയ യെരൂശലേമുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഭൂമിയിൽ കൂടാരപ്പെരുന്നാൾ അതിൻ്റെ ഒരു നിഴലാണ്. മനുഷ്യരോടുകൂടി മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ വാസം എന്ന് പറഞ്ഞിരിക്കുന്ന വചനം നിവൃത്തിയാകുമാറ് കർത്താവ് കാലസമ്പൂർണതയുടെ ഒരു യുഗം ഈ ഭൂമിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമായിട്ട് നാം ഈ ഭൂമിയിലായിരിക്കും. അതിനാണ് കാലസമ്പൂർണതയുടെ യുഗം എന്ന് പറയുന്നത്. So this is not happening in heaven. So during this time, Father, Son and God, the triunion God, will come to earth to reign along with the saints. And this will be at the completion of time. Verse 3 and 4. And I heard a loud voice from heaven saying, Behold, the tabernacle of God is with men, and he will dwell with them, and they shall be his people. God himself will be with them and be their God. And God will wipe away every tear from their eyes. There shall be no more death, no sorrow, no crying. There shall be no more pain, for the former things have passed away. Then he who sat on the throne said, Behold, I make all things new. And he said to me, Write, for these words are true and faithful. Ephesians 1:10. Ephesians chapter 1 verse 10. That in the dispensation of the fullness of the times he might gather together in one all things in Christ, both which are in heaven and which are on earth in him. So at the fullness of time, just like the festival of the tabernacle for Jews, Father, Son and Holy Spirit will come down to earth, to the new heaven and to new earth, and will gather together all his saints. ഇത് എത്ര കാലം നീണ്ടുപോകും നമുക്ക് അറിഞ്ഞുകൂടാ. യുഗായുഗങ്ങൾ ഒരു പക്ഷേ നീളാം,
എത്ര നൂറ്റാണ്ടോ അല്ലെങ്കിൽ എത്ര ആയിരം വർഷങ്ങളോ ആണെന്ന് വചനം പറയുന്നില്ല. എന്നാൽ കാലസമ്പൂർണ്ണതയുടെ ഒരു യുഗം മുഴുവൻ ഇങ്ങനെ കടന്നു പോകും. അത് സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെട്ട് സകല മഹത്വവും ക്രിസ്തുവിൽ അർപ്പിക്കപ്പെട്ട് ക്രിസ്തുവിന് ചുറ്റും സൂര്യന് ചുറ്റും ഇന്ന് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ കർത്താവിന് ചുറ്റും സകലവും റിവോൾവ് ചെയ്ത് സകലത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായിട്ട് യേശു ക്രിസ്തു ആരാധിക്കപ്പെടുന്ന ഒരു സമ്പൂർണ്ണ കാലത്തിന്റെ വ്യവസ്ഥയിലേക്ക് നീങ്ങപ്പെടുന്ന ആയിരിക്കും ആ സമയം. So we don't know how long this will be, but during this time, everything will be restored to Jesus Christ. All power and glory will be restored to Jesus Christ. And there will be a new heaven and earth where all the saints together will worship the Lord Jesus Christ. And everything will be in him and through him. And we will reign on this earth. അതിനുശേഷമാണ് നിത്യത ആരംഭിക്കുന്നത്. അവിടെ നമുക്കൊരു വാക്യം വായിക്കാം. 1 Corinthians chapter 15 verse 27-28. 1 Corinthians 15:27, for he has put all things under his feet. But when he says all things are not put under him, it is evident that he who put all things under him is expected. Now when all things are made subject to him, then the Son himself will also be subject to him who put all things under him, that God may be all in all. ഇവിടെ പറയുന്നത് സകലവും ഇതുവരെ കർത്താവിന് കീഴ്പ്പെട്ടിട്ടില്ല. സകലവും കീഴ്പ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ അതിനെ കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്നർത്ഥം. അതിനുശേഷം സകലവും തനിക്ക് കീഴായി വന്നതിന് ശേഷം കർത്താവ് താനും തൻ്റെ സകല മഹത്വവും ഉപേക്ഷിച്ച് തൻ്റെ ആദ്യ മഹത്വത്തിലേക്ക്, ഇപ്പോൾ കർത്താവ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വെളിപാട് പുസ്തകം തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ കർത്താവ് മനുഷ്യപുത്രൻ എന്നുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ പൊസിഷനെ വെടിഞ്ഞിട്ട് ഇപ്പോൾ കർത്താവ് അർക്കപ്പെട്ട കുഞ്ഞാടാണ്, മനുഷ്യപുത്രനാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ കർത്താവാണ്. എന്നാൽ തൻ്റെ ആ പൊസിഷൻ, തൻ്റെ ആ സ്ഥാനം വെടിഞ്ഞിട്ട്, അതിന് മഹാസ്ഥാനത്യാഗമെന്ന് പറയും, ആ സ്ഥാനം വെടിഞ്ഞിട്ട് തൻ്റെ ആദ്യ മഹത്വത്തിലേക്ക് യേശുക്രിസ്തുവായിട്ട് താൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ താൻ ആരായിരുന്നുവോ, ത്രിത്വത്തിൽ രണ്ടാമനായി ദൈവമായിട്ട് വാണറിയ തൻ്റെ ആദ്യ മഹത്വത്തിലേക്ക് താൻ മടങ്ങിപ്പോവുകയും അങ്ങനെ പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യും. So we know that now the position of the Lord Jesus Christ is the Son of Man. So after this, Jesus Christ will sacrifice his position of the Son of Man and then will go back to Father God in his position as God himself, because he is the second in the Trinity as the Son of God. And everything will be subjected to Lord Jesus Christ at that time. Whereas Lord Jesus Christ with everything will subject himself to the Father God at that time. Lord Jesus Christ, along with everything that has been subjected to him, will subject himself to Father God. അതിനുശേഷമാണ് എറ്റേണിറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് നാം ചാർട്ടിൽ കാണുന്നത് പോലെ നിത്യസ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. So after this we will enter into eternity. അത് Psalms 68 verse 33. Sign to God, you kingdoms of the earth, oh sing praises to the Lord. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ. അത്രേ ഉള്ളൂ. 68 Psalm 68 verse 33. To him who rides on the heaven of heavens, which were of old, indeed he sends out his voice, a mighty voice. ഇവിടെ പുരാതന സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ സ്വർഗം. ഇപ്പോൾ ദൈവമായിരിക്കുന്ന സ്വർഗമാണ് പുരാതന സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത്. ഈ നമ്മൾ കാണുന്ന മണ്ഡലങ്ങളൊന്നുമല്ല, അതിൻ്റെയൊക്കെ മേലെ ദൈവം വസിക്കുന്ന സ്വർഗാദി സ്വർഗത്തിലേക്ക് അപ്പോഴാണ് നാം പ്രവേശിക്കുന്നത്. So to him who rides on the heaven of heavens which are of the old, the heaven of heavens of the old is where the God dwells. So during eternity, that's when we will enter that heaven of heavens. Until then we will not enter there. Psalms 90 verse 2. Psalms 90 verse 2, before the mountains were brought forth, or ever you had formed the earth and the world, even from everlasting to everlasting, you are God. അനാദിയായി ശാശ്വതമായും ദൈവമായിരിക്കുന്നു. അതായത് അനാദി സ്വർഗം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നക്ഷത്രങ്ങളോ ഭൂമിയോ ദൂതന്മാരോ മറ്റു യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം അധിവസിച്ചിരുന്ന അനാദി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സ്ഥലമാണ് സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത്. Even before the creation was formed, or the heaven or earth or anything it was formed,
The God dwelt in a heaven that was from everlasting. So, that everlasting heaven, God will enter there, and we, along with God, will enter into that everlasting heaven. ഇതാണ് നിത്യതയിൽ നമുക്കുള്ള അവസ്ഥ. അവിടെ നമ്മളവിടെ വെറുതെ വിരസമായിട്ടിരിക്കുകയായിരിക്കുകയില്ല. 1000 കൊണ്ടോ 10,000 കൊണ്ടോ വർഷം കഴിയുമ്പോൾ മനുഷ്യന്റെ സ്വഭാവമാണ് മനുഷ്യനെ ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ വിരസത ഉണ്ടാകും. നമ്മൾ ഏത് കാര്യമായാലും ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വിരസത ഉണ്ടാകും. ഒരു ഭക്ഷണം തന്നെ നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എത്ര നല്ല ഭക്ഷണമാണെങ്കിലും അതിനോട് താല്പര്യമില്ലാതാകും. ഒരേ വീട്ടിൽ തന്നെ എന്നും ഒരേ അന്തരീക്ഷത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനോട് വിരസത ഉണ്ടാകും. അപ്പൊ ആവർത്തനത്താൽ വിരസത വരുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ ഈ സ്വർഗത്തിൽ, നിത്യസ്വർഗത്തിൽ നമുക്ക് വിരസത ഉണ്ടാകാത്തവണ്ണം ദൈവത്തിന് പിന്നെയും ആ സ്വർഗത്തിൽ നമ്മെക്കുറിച്ച് പുതിയ പുതിയ പദ്ധതികളുണ്ട്. അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതെന്താണെന്ന് നാം നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. So, human beings, as a nature of human beings, we get tired if we do the same thing again and again. So, when we think now what will be our purpose during eternity, even though it's not mentioned in the Bible, we can believe that God will have a new purpose and no new plan for us all in eternity. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടെ എത്താൻ ശ്രമിക്കുക. അവിടെ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നിച്ച് കാണാം. നമ്മൾ ഈ ഭൂമിയിൽ ഇനി കാണാതിരുന്നാലും കണ്ടാലും കണ്ടില്ലെങ്കിലും അവിടെ നമുക്ക് ഒന്നിച്ച് കാണാം. അവിടെ നമുക്ക് അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് അവിടെ ആസ്വദിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവവചനത്തിൽ നിന്നും വിരമിക്കുന്നു. So, once we reach eternity, we will all meet together there, and we will all enjoy our time together in the presence of God, praying and wishing you all that. I want to conclude my words. സമയം തന്ന കർത്താവിൻ്റെ ദാസനോടും ദാസിയോടും എന്നെ കേട്ടിരുന്ന ദൈവജനത്തോടും എൻ്റെ നന്ദിയെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ നിർത്തുന്നു. ഈ ചാർട്ട് നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇത് ഇനി ഈ ചാർട്ട് വെച്ച് നിങ്ങൾ ഈ വെളിപാട് പുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നിത്യതയെക്കുറിച്ച് വെളിപാട് പുസ്തകവും ദാനിയേൽ പ്രവചനം ഒന്നിച്ച് പഠിക്കേണ്ടതാണ്. ഇതിലേക്കൊന്നും നമ്മൾ പോയില്ല. എന്നാൽ വായിക്കുമ്പോൾ, ഇനി തുടർന്ന് വായിക്കുമ്പോൾ ഈ ചാർട്ടിൻ്റെ സഹായത്തോടെ നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടും കർത്താവിൻ്റെ നിത്യത പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. വെളിപാട് പുസ്തകം അല്ലാതെ ഒരു ഔട്ട്ലൈൻ ഇല്ലാതെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുകയില്ല. അപ്പോൾ സ്വയം വായിച്ച് പഠിക്കാനുള്ള ഒരു ഔട്ട്ലൈൻ ഇടുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നീണ്ട ക്ലാസ്സുകൾ അല്ലെങ്കിൽ 10-40 ക്ലാസ്സുകളിലൂടെ തീരേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഇത്രയും ചുരുക്കിയ സമയം കൊണ്ട് തീർത്തത്. So, this chart, if you can learn the book of Revelation by yourself with this chart, whenever you study the book of Revelation, you have to study Revelation and Daniel, the book of Daniel together. So, if you use this chart and read these two, Daniel and Revelation together, you will be able to learn about the second coming of Christ and the eternal purpose of God as well. So, may God help you all to learn more in detail about the book of Revelation. Thank you, everybody. Thank you for all. And thank you for translating. Thank you, Pastor Nicholas and Sister Angel. As he was saying, it takes a lot of time to prepare even a message or a study from Revelation, book of Revelation. So we really appreciate your time.